മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരായ ബെന്യാമിനും ആർ ഉണ്ണിയും എഡിറ്റ് ചെയ്ത സ്വാതന്ത്ര്യത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. സമയം ഒരു 15 മിനിറ്റ് വൈകിപ്പോയിട്ടുണ്ട്. അതിന് സ്വരാടനോടും ബെന്യാമിൻ സാറോടും മിനി സുകുമാരനോടും ക്ഷമാപണം നടത്തുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് എൻ്റെയും നസീമയുടെയും SFI കാലത്തെയും DYFI കാലത്തെയും നേതാവായിരുന്ന സഖാവ് സുരാജാണ്. സുരാജനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം സ്വീകരിക്കുന്നത് മിനി സുകുമാറാണ്. മിസ്സിനെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റ്, പുസ്തകം എഡിറ്റ് ചെയ്തതാണെങ്കിലും ഈ വേദിയിൽ ഉണ്ട്. അദ്ദേഹത്തിനും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഉണ്ണി സാർ കയറുന്നില്ല എന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കുകയാണ്. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഈ പുസ്തകം ചെയ്യാൻ എല്ലാ നിർദ്ദേശങ്ങളുമൊക്കെ വളരെ കൃത്യമായി തന്ന് എന്നോട് ഞങ്ങൾ ഇൻസൈറ്റ് പബ്ലിക്കയോട് സ്നേഹപൂർവ്വം സഹകരിച്ച ആർ ഉണ്ണിയോട് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ആദ്യം തന്നെ പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില ലേഖനങ്ങളുടെയും കുറിപ്പുകളുടെയും ഒരു സമാഹാരമാണ് ബഹുമാന്യരായ ബെന്യാമിനും ഉണ്ണിയും ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. പുസ്തകത്തെ സംബന്ധിച്ചും മറ്റും കൂടുതലായി വേദിയിലുള്ള ബെന്യാമിനും മിനി സുകുമാരനും ഒക്കെ സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേദിക്ക് പുറകിൽ ഉണ്ണിയും ഉണ്ട്. ഉണ്ണി സംസാരിക്കുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനേതായാലും ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, ദീർഘമായ സമയവുമില്ല. സ്വാതന്ത്ര്യം എന്നൊരു വാക്കിനെക്കുറിച്ച് തന്നെ വിവിധ തലങ്ങളിൽ നിന്ന് വിശാലമായി സംസാരിക്കുകയല്ല, ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നമ്മുടേത്. സ്വാതന്ത്ര്യം എന്നൊരു പദമില്ലെങ്കിൽ ലോകത്തെ മറ്റെല്ലാ വാക്കുകളും നിഷ്ഫലം എന്നെഴുതിയത് ഇംഗർസോളാണെന്നാണ് ഓർമ്മ. നിക്കോസ് കസാന്തസാക്കസ് സൃഷ്ടിച്ച സഫാക്കസ് എന്ന കഥാപാത്രം, ആ കഥാപാത്രത്തിൻ്റെ ഒരു സവിശേഷത നിരക്ഷരനായിരുന്നുവെന്ന്. 100ാമത്തെ വയസ്സിലാണ് അക്ഷരം പഠിക്കുന്നത്. 100ാമത്തെ വയസ്സിൽ അക്ഷരം പഠിച്ച ശേഷം ആദ്യം എഴുതിയ വാചകം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം എന്നാണ്. ലോകത്തിൽ ഇത്രമാത്രം മനുഷ്യരെ പ്രചോദിപ്പിച്ച മറ്റൊരു മുദ്രാവാക്യം, മറ്റൊരാശയം വേറെ ഉണ്ടാവില്ല. ഒരർത്ഥത്തിൽ ആ സ്വാതന്ത്ര്യ ലബ്ധിക്ക് 3/4 നൂറ്റാണ്ട് പിന്നിടുന്ന ഒരു രാജ്യത്തെ പൗരന്മാരാണ് നമ്മളെല്ലാവരും. സ്വാതന്ത്ര്യം എന്താണ് എന്ന ചോദ്യം മൗലികമാണ്, വളരെ പ്രസക്തവുമാണ്. സ്വാതന്ത്ര്യത്തിന് ഒരുപാട് നിർവചനങ്ങളുണ്ട്, ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷേ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ രാജ്യത്തെ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം, പട്ടിണി കിടക്കേണ്ടി വരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിൻ്റെ നിർവചനം ഭക്ഷണമല്ലാതെ മറ്റൊന്നുമല്ല, ഭക്ഷണം തന്നെയാണ്. അസുഖബാധിതനായ ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം പണമില്ലാത്തത് കൊണ്ട് ചികിത്സിക്കാൻ കഴിയാതെ മരണത്തിന് കീഴടങ്ങാനുള്ള സ്വാതന്ത്ര്യമല്ല, ഏറ്റവും മികച്ച ചികിത്സ തേടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവകാശമാണ് സ്വാതന്ത്ര്യം. വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ്റെയോ ചെറുപ്പക്കാരിയുടെയോ സ്വാതന്ത്ര്യം തൻ്റെ താല്പര്യത്തിനും കഴിവിനുമനുസരിച്ച ജോലി ചെയ്യാനുള്ള അവകാശമാണ്. തൊഴിൽ രഹിതനായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല. അപ്പോൾ ജനാധിപത്യത്തിൻ്റെയും മറ്റ് മതനിരപേക്ഷത ഉൾപ്പെടെ നാം സവിശേഷമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആശയങ്ങളുടെ പരിസരത്ത് അതൊക്കെ അന്യമാകുന്ന ഒരു കാലത്ത് സ്വാതന്ത്ര്യം എന്താണ് എന്ന ചർച്ച വളരെ പ്രസക്തമായിട്ടുള്ളതാണ്.
റോമാൻ റോളണ്ട് ഇന്ത്യയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പണ്ട്. അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് എഴുതിയതുപോലെ ആരെങ്കിലും മറ്റേതെങ്കിലും ഒരു രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ലോകത്തിലെ മനുഷ്യരുടെ എല്ലാ സ്വപ്നങ്ങൾക്കും അഭയമേകുന്ന ഒരിടം ഈ ഭൂമുഖത്തുണ്ടെങ്കിൽ അത് ഇന്ത്യയാണ് എന്നാണ്. അതിൻ്റെ പച്ച മലയാളം: ലോകത്തിലെ ഏതൊരു മനുഷ്യനും അയാളായി ഇന്ത്യയിൽ ജീവിക്കാനാവും എന്നാണ്. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ വീക്ഷണം അതെന്തു തന്നെയായാലും അതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളായി ഇന്ത്യയിൽ ജീവിക്കാനാകും എന്നാണ് അദ്ദേഹം എഴുതിയതിൻ്റെ പൊരുൾ. അതായിരുന്നു ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അതായിരുന്നു ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു സ്വപ്നം. അത് ഏറെക്കുറെ അപ്രസക്തമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ വർത്തമാനകാല സ്ഥിതിഗതികളെ സംബന്ധിച്ച ഗൗരവതരമായ ആലോചനകൾക്കും ചർച്ചകൾക്കും മറ്റേത് കാലത്തെക്കാളും അധികം പ്രസക്തി വർദ്ധിപ്പിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് ഈ കാലത്ത് ഇങ്ങനെയൊരു കൃതി യാഥാർത്ഥ്യമായതിനേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കുകയും അതിൻ്റെ ഉള്ളടക്കം ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നത് ഈ കാലഘട്ടത്തിലെ അർത്ഥപൂർണമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം. മിനി ടീച്ചർ സംസാരിക്കും. സ്വാതന്ത്ര്യത്തെപ്പറ്റി ഇത്രയും വിശാലമായി സംസാരിക്കുന്ന ഒരു പുസ്തകത്തെ പ്രകാശനം ചെയ്യാനായി ക്ഷണിച്ചതിൽ പ്രിയപ്പെട്ട ഉണ്ണിയോടും ബെന്യാമിനോടുമുള്ള നന്ദി ആദ്യം പറയട്ടെ. ഉണ്ണി വർഷങ്ങളായി എൻ്റെ വീടിൻ്റെയോ എൻ്റെയോ ഒക്കെ ഭാഗം പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ പ്രകാശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള പല കാര്യങ്ങളെയും കുറിച്ച് പല രീതിയിലുള്ള സംസാരങ്ങളും നടന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച ഈ രണ്ട് പേരുകൾ, ബെന്യാമിൻ്റെയും ഉണ്ണിയുടെയും പേര് കേട്ടപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ചിലരെങ്കിലും ഇതൊരു കഥാസമാഹാരമാണെന്നും മറ്റു ചിലരൊക്കെ ഇതൊരു ഇവരുടെ ലേഖനമാണെന്നും ഞാനിതൊരു പരസ്പര സംഭാഷണമാണെന്നും ഒക്കെ പല രീതിയിൽ വിചാരിച്ചു. എന്നാൽ ഈ പ്രതീക്ഷകളെയൊക്കെ മാറ്റുന്ന രീതിയിൽ വളരെ യാതൊരു തരത്തിലുള്ള എഡിറ്റിങ്ങിൻ്റെ രീതിശാസ്ത്രങ്ങൾക്കൊക്കെ കുറുകെ കടക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പാറ്റേണിലാണ് ഈ പുസ്തകം ഉണ്ടായിരിക്കുന്നത്. വളരെ 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 വിശാലമായ രീതിയിൽ യുക്തിചിന്ത അല്ലെങ്കിൽ ഫിലോസഫി മുതൽ തത്വചിന്ത മുതൽ രാഷ്ട്രീയ ചിന്തയും കവിതയും സന്ദേഹങ്ങളും എല്ലാം ഇടകലർന്നു വരുന്ന രീതിയിൽ, എഴുത്തും വരയും ഒക്കെ ഇടകലർന്നു വരുന്ന രീതിയിലുള്ള വളരെ സാമ്പ്രദായികമല്ലാത്ത രീതിയിലുള്ള ഒരു രീതിയിൽ ഈ പുസ്തകത്തെ കൊണ്ടുവന്നു എന്നുള്ളതിൽ ഇതിൻ്റെ എഡിറ്റർമാർക്കും അതുപോലെ ഇൻസൈറ്റ് പബ്ലിഷേഴ്സിനും വളരെയധികം സന്തോഷിക്കാൻ വകയുണ്ട്. ഒരേ ആകാശം പക്ഷികൾ പല രീതിയിൽ വായിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തെ പല രീതിയിൽ വായിക്കാനുള്ള അല്ലെങ്കിൽ പല രീതിയിൽ എൻകൗണ്ടർ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇതിലൂടെ ഒന്ന് ഓടിച്ച് പോകുമ്പോൾ നമുക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഇപ്പോഴും നിശ്ചിതമായ രീതിയിൽ നിശ്ചയിക്കാൻ കഴിയാത്ത സ്വാതന്ത്ര്യം എന്ന വാക്കും നമ്മുടെ രാഷ്ട്രീയ പൗരാവകാശങ്ങൾക്കകത്ത് മാത്രം നമ്മൾ പരിചയിക്കുന്ന മാനുഷിക അവകാശങ്ങൾ എന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു വിശദീകരണവുമല്ല, മാത്രമല്ല ഇതിലുള്ളത് എന്ന് കാണാൻ കഴിയും. നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഓരോ ചിന്തയും അതിൽ തന്നെ അതിൻ്റെ പരിമിതികൾക്കകത്തോ അല്ലെങ്കിൽ അത് നമ്മളെ സ്വയം നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ കൊണ്ട് ചെന്നെത്തുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ഫിലോസഫിക്കൽ ചിന്ത പലയിടത്തും ആവർത്തിച്ച് വരുന്നുണ്ട്. കേരളത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള വിവിധ രാഷ്ട്രീയ ധാരകളെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരെയെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. പൊതുവിൽ ഈ ഒരു മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ പലതരത്തിലുള്ള പ്രശ്നവൽക്കരിക്കാൻ ശ്രമിച്ച കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ കഴിഞ്ഞ 10-20 വർഷങ്ങൾക്കകത്ത് അതിനെ പ്രശ്നവൽക്കരിക്കാൻ ശ്രമിച്ച പലരുടെയും സാന്നിധ്യം ഇതിലുണ്ട്. അതുപോലെ അവയെ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചവരുടെയുണ്ട്. സ്വന്തം പ്രയോഗത്തിൽ വിവർത്തനത്തിലും എഴുത്തിലും അതുപോലെ സ്വന്തമായുള്ള ചിന്തയിലും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സങ്കീർണ അവസ്ഥയെ
നേരിടാൻ ശ്രമിച്ച പല ആൾക്കാരുടെയും അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ട്. ആ രീതിയിൽ ഇത് വായനയിൽ ഒരു സ്വയം അന്വേഷണത്തെ കൂടുതൽ പ്രേരിപ്പിക്കുന്നതാണ് എന്നാണ് ഇതിൽ ഒറ്റ വായനയിൽ കാണുന്നത്. ഇതിൻ്റെ ആദ്യ പതിപ്പ് ഉണ്ണി കുറച്ചു കാലം മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൻ്റെ കുറച്ചുകൂടി ആദ്യ പതിപ്പെന്ന് പറയാനൊക്കെ അതിൻ്റെ ഒരു പ്രാഗ്രൂപമെന്നല്ലോ പറയാവുന്ന രീതിയിൽ ഇതേ പേരിൽ. അപ്പോൾ ഈ മാനിഫെസ്റ്റോ, സ്വാതന്ത്ര്യത്തിൻ്റെ മാനിഫെസ്റ്റോ കുറച്ചുകൂടി വിശാലമായ ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ സംഘടിപ്പിച്ച് വന്നിരിക്കുന്നത്. ഈ രണ്ട് എഴുത്തുകാർക്കും ഈ പുസ്തകം ധാരാളം വിറ്റഴിഞ്ഞ് അത് കൂടുതൽ ചർച്ച ചെയ്ത് കൂടുതൽ പണമുണ്ടായി പബ്ലിഷേഴ്സിനും എഴുത്തുകാർക്കും എല്ലാം സൗകര്യമുണ്ടാകട്ടെ. വായിക്കുന്നവർക്കെല്ലാം ഇതിലൊരു ടി വി മധു പറയുന്ന പോലെ പൊറുതിയും പൊറുതിക്കേടും എന്നാണ് ടി വി മധു ഇതിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനത്തിന് ഇട്ടിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ വായന എല്ലാവർക്കും ഒരേ സമയം പൊറുതിയും പൊറുതിക്കേടും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ബെന്യാമിൻ സർ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഉണ്ണിയോട് വേദിയിലേക്ക് കയറാൻ പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ പിന്നിൽ തന്നെ നിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യത്തെ നമ്മൾ അനുവദിച്ചു കൊടുക്കാതെ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്യുക എന്നതുകൊണ്ടാണ് പിടിച്ച് ഇവിടേക്ക് കയറ്റാതിരുന്നത്. ചില നേരങ്ങളിൽ ഉണ്ണി അങ്ങനെയാണ്. എല്ലായിടങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ഇത്തരം കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്ന, ഇത്തരം ചർച്ചകൾ കേട്ടാസ്വദിക്കുന്ന ഒരാളായി ഉൾവലിയുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ, അത്തരം സ്വാതന്ത്ര്യങ്ങൾ ആസ്വദിക്കുന്ന ഒരാളാണ് എൻ്റെ സഹ എഡിറ്റർ എന്നത് സന്തോഷം നൽകുന്നുണ്ട്. എനിക്കൊക്കെ പലപ്പോഴും കഴിയാതെ പോകുന്നതാണ്. വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ ഈ ഒരു പുസ്തകം ഞങ്ങൾ ചെയ്യുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വല്ലാത്ത ഒരു ആകുലത, സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു പുസ്തകം ചെയ്താലോ എന്നൊരു ആലോചന ഉണ്ടാവുകയും ഉണ്ണി അതിന് മുൻകൈയെടുത്ത് കുറേ കളക്ഷൻസ് പലയിടങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും ഞങ്ങൾ രണ്ടുപേരും കൂടി അതൊരു സ്വകാര്യ വിതരണം എന്ന നിലയിൽ ഇത്തിരി പണമൊക്കെ ചിലവാക്കി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ജനങ്ങളൊക്കെ ഉദ്ബുദ്ധരാവട്ടെ എന്ന് കരുതി വിതരണം ചെയ്യുകയുമൊക്കെ ചെയ്തതാണ്. ഇപ്പോഴാണ് പുസ്തകം പിന്നീട് അതിന് കുറേ കൂടി ആധികാരികത കൈവരിക്കുന്ന തരത്തിൽ കുറേ കൂടി സമകാലികമായ വിഷയങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തി അതിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് ഇൻസൈറ്റ് പബ്ലിക്ക അത് പ്രസിദ്ധീകരണം ഏറ്റെടുത്തത്. ഈ പുസ്തകം ഇത്രയും മനോഹരമായി പ്രസിദ്ധീകരിച്ച ഇൻസൈറ്റ് പബ്ലിക്കയോടുള്ള നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ ഇന്ത്യ സഖാവ് സൂചിപ്പിച്ചതുപോലെ ഏതുതരം പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് കടന്നു പോകുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അക്ഷരങ്ങൾക്ക് മേൽ വിലക്ക് വീഴുന്ന കാലത്ത്, ആവിഷ്കാരത്തിന് വിലങ്ങ് വീഴുന്ന കാലത്ത്, ആശയപ്രകാശനങ്ങൾക്ക് വിലങ്ങ് വീഴുന്ന ഒരു കാലത്ത് സ്വാതന്ത്ര്യം എന്താണ് എന്ന ഒരു അന്വേഷണം ഞങ്ങളുടെ ഉള്ളിൽ എങ്ങനെയോ അങ്കുരിക്കുകയായിരുന്നു. അത് അക്ഷരങ്ങൾക്ക് വേണ്ടി ജീവൻ മരണം വിടേണ്ടി വന്ന ഗൗരി ലങ്കേഷിൻ്റെയും ബൻസേരയുടെയും ഒക്കെ മരണത്തിൻ്റെ ഒരു പശ്ചാത്തലം അതിൻ്റെ പിന്നിലുണ്ട്. അല്ലെങ്കിൽ തസ്ലീമ നസ്രീനെ പോലെ ഒരാൾക്ക് ആവിഷ്കാരത്തിൻ്റെ പേരിൽ ഒരു രാജ്യം വിടേണ്ടി വരുന്ന ഒരു സാഹചര്യം അന്ന് ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ചരിത്രകാരന്മാരും കലാകാരന്മാരും കവികളും ചിത്രകാരന്മാരും കാർട്ടൂണിസ്റ്റുകളും വിവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയത്തെ നോക്കിക്കാണുന്നത് എന്ന നിലയിലാണ് ഈ പുസ്തകം വിഭാവനം ചെയ്തിരിക്കുന്നത്. ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ ഊന്നിക്കൊണ്ടോ ഒരു പ്രത്യേക ലക്ഷ്യത്തെ ഊന്നിക്കൊണ്ടോ അല്ല, ഓരോ മനുഷ്യരും ഓരോ തരത്തിലാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്കിനെ തന്നെ നോക്കിക്കാണുന്നത്, അതിനെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. ഇതെങ്ങനെയാണ് എന്ന ഒരു പകർത്തൽ. അതുകൊണ്ട് ചിലരുടെ കാർട്ടൂണുകളാണ്, ചിലരുടെ കവിതകളാണ്, സ്വാഭാവികമായും ചിലർ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. ലോക സാഹിത്യത്തിൽ നിന്നുള്ള ധാരാളം പരിഭാഷകളുണ്ട്. ആ പരിഭാഷപ്പെടുത്തുന്നത് പോലും അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ആ ലേഖനം അല്ലെങ്കിൽ ആ കവിത പരിഭാഷപ്പെടുത്താൻ അവർ തീരുമാനിക്കുന്നത്. അങ്ങനെ
ഉള്ള സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ടവരുടെ ഒരു കളക്ഷനാണ് ഇത്. നിശ്ചയമായിട്ടും നമ്മൾ ഇന്നോളം കണ്ടിട്ടുള്ള സമാഹാരങ്ങളിൽ നിന്ന് അല്ലെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾക്ക് പുറത്തു നിൽക്കുന്ന നിരീക്ഷണങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ആ അർത്ഥത്തിൽ ഇത് വളരെ ഗൗരവതരമാർന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് എന്ന് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയും. ഇത് ലളിതമായ വായനയ്ക്ക് ഉപകരിക്കുന്ന ഒരു പുസ്തകമായി ഞങ്ങൾ കരുതുന്നില്ല. വളരെ ഗൗരവമായി സ്വാതന്ത്ര്യം എന്ന വിഷയത്തെ നിർവചിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു പുസ്തകമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹം നിശ്ചയമായിട്ടും കേരളത്തിലുള്ളത് കൊണ്ട് ഈ പുസ്തകത്തിന് പ്രസക്തിയുണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. കാരണം സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്ന പലതരത്തിലുള്ള വിഭാഗങ്ങൾ, വ്യക്തികൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവർക്ക് മുന്നിലൊരു പാഠപുസ്തകം പോലെ ഞങ്ങളിത് മുന്നോട്ട് വെക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും വായനയാണ് ഈ പുസ്തകത്തിൻ്റെ മികവ് അല്ലെങ്കിൽ അതിൻ്റെ വ്യതിരക്തത വെളിവാക്കുന്നത്. ആ പുസ്തകത്തിൽ വായനയിലൂടെയാണ് നിങ്ങൾ അതിന് കൂടുതൽ നിർവചനങ്ങൾ നൽകേണ്ടത്. നിങ്ങൾ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച നിർവചനങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവിഷ്കാരങ്ങളും അതിനോടൊപ്പം ചേർത്ത് വെക്കുമ്പോഴായിരിക്കും ഇത് പൂർണ്ണമാകുന്നത് എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള ഒരു പുസ്തകത്തിന് മുൻകൈയെടുത്തത് നിശ്ചയമായിട്ടും ഉണ്ണിയാണ്. അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ ഒരു സഹ എഡിറ്റർ എന്ന നിലയിൽ പറയുകയാണ്. അതേസമയത്ത് ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുക പ്രകാശനമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എം സ്വരാജും മിനി സുകുമാരൻ ടീച്ചറും വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയായിരുന്നു. ഈ സമയം കണ്ടെത്തി ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നതിലുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. ഇവിടെ അനേകം പരിപാടികൾ പല വേദികളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലും ഇത്തരത്തിലുള്ളൊരു പുസ്തകത്തിൻ്റെ പ്രകാശന വേദിയിലേക്ക് കടന്നു വന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഇതിൻ്റെ എഡിറ്റർ എന്ന നിലയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വായന പ്രതീക്ഷിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പുതിയ ചിന്തകൾ ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്നേഹം, നന്ദി.